Thanking God for this wonderful opportunity that God has given us to gather in the presence of God once again this evening to study from the book of Revelation. So these are the days that we are blessed by God and God's presence to study from the Word of God these days. And let us all prayerfully sit in the presence of God this evening. And there are a lot of people yet to join. Let's pray for them also and bring all of them in the mighty hand of God. And let's prayerfully go through the the special features of the book of Revelation this evening time. And last 2 weeks we were just looking into the introduction of the book of Revelation, and especially in the last week we were discussing about what are the special features of this book. And even tonight also we are continuing the same point about the specific features of this book. Like last week also we have seen, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ച കാര്യങ്ങളാണ് ഇവിടെ ഞാനിപ്പോൾ കാണിക്കുന്നത്. സ്പെസിഫിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഈ ബുക്കിനുണ്ട്. അല്ലാതെ ബുക്ക് ഓഫ് റെവലേഷൻ വെളിപ്പാട് പുസ്തകത്തിന് അതിനകത്ത് തന്നെ ഉള്ളതായിരിക്കുന്ന ചില പ്രത്യേകതകളുണ്ട്. അതിനെക്കുറിച്ചാണ് സംസാരിച്ചത്. സോ ദ ഫസ്റ്റ് തിങ് വാസ് ദ സ്ട്രക്ചർ ഓഫ് ദ 7 letters, 7 similarities in each letter. ഓരോ ചർച്ചുകൾക്കും 7 ചർച്ചുകൾക്കും കൊടുത്തതായ ലെറ്ററുകളിൽ ഓരോ ചർച്ചുകളിലും ഉള്ളതായിരിക്കുന്ന, അല്ലെങ്കിൽ എല്ലാ ചർച്ചുകളിലും സിമിലർ ആയിട്ടുള്ളതായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചത്. ഹി മെൻഷൻസ് ടു ഹും ഇറ്റ് ഈസ് റിട്ടൺ, ഹു ഈസ് റൈറ്റിംഗ്, ആൻഡ് അപ്രീഷിയേഷൻസ് ആർ there, and criticism is there, advice is there, and appeal is there, and also assurance of the reward is there. Then we were studying about the yes, 3 views on ultimate purposes of 7 letters. The first one was these letters were written only for 7 local churches. അവിടെ ഉള്ളതായിരിക്കുന്ന ഏഷ്യ മൈനറിലുള്ള 7 സഭകൾക്ക് മാത്രമാണ് ഈ പുസ്തകം എഴുതിയത് എന്ന് കുറെ പേര് സംസാരിക്കുന്നത്. അതേസമയം സെക്കൻഡ് വൺ ഈസ് ഡിസ്പെൻസേഷണൽ ആപ്ലിക്കേഷൻ ആണ്. അതായത് ഫസ്റ്റ് സെഞ്ചുറി മുതൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവ് അല്ലെങ്കിൽ ഉൽപ്രാപണത്തിൻ്റെ സമയം വരെയുള്ളതായിരിക്കുന്ന കാലഘട്ടങ്ങളെ മൊത്തം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഉള്ളതായിരിക്കുന്ന ഒരു ഒരു പുസ്തകമായിട്ടാണ് നമുക്ക് ഇതിനെ കാണാൻ തക്കവണ്ണം സാധിക്കുന്നതെന്ന് രണ്ടാമത്തെ ഗ്രൂപ്പ് പറയുമ്പോൾ, തേർഡ്ലി വി അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് എ ഗ്ലോബൽ ആപ്ലിക്കേഷൻ. ഇറ്റ്സ് ഗ്ലോബൽ ആപ്ലിക്കേഷൻ പറഞ്ഞാൽ വേൾഡ് വൈഡ് ആയിട്ട് എല്ലാ ലോകത്തിലുള്ള എല്ലാ ചർച്ചുകൾക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ളതായിരിക്കുന്ന ഒരു പുസ്തകമായിട്ട് നമുക്കിതിനെ കാണുവാനായിട്ടും സാധിക്കുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കാൻ തക്കോണം ഇടയായിത്തീർന്നു. സോ ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് ദ നെക്സ്റ്റ് പോർഷൻ ദാറ്റ് വി ആർ ഗോയിങ് ടു ലേൺ ടുനൈറ്റ് ഈസ് ദ നെക്സ്റ്റ് സ്പെഷ്യാലിറ്റി ഓഫ് ദ ബുക്ക് ഓഫ് റെവലേഷൻ. ഈ വെളിപ്പാട് പുസ്തകത്തിൻ്റെ അടുത്തൊരു പ്രത്യേകതയെക്കുറിച്ചാണ് സംസാരിക്കാനായിട്ട് ഇന്ന് ആഗ്രഹിക്കുന്നത്. അതിന് താഴോട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചിന്തിക്കാൻ തക്കോണം കർത്താവ് സഹായിക്കട്ടെ. ദ ചർച്ച് ഈസ് പിക്ചേർഡ് ആസ്, ദൈവസഭയെ എങ്ങനെയാണ് ഈ പുസ്തകത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് വരച്ചു കാണിച്ചിരിക്കുന്നത് എന്ന് ഒരു ഫ്യൂച്ചറാണ് അതിൻ്റെ. അതൊന്ന് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഫസ്റ്റ് വൺ ഈസ് ദ ലാംപ് സ്റ്റാൻഡ്. നിലവിളക്ക് എന്നുള്ള ഒരു പദപ്രയോഗം ദൈവസഭയ്ക്ക് കൊടുത്തിട്ടുണ്ട്. When you read Revelation chapter 1, we are not going to read all those portions because we know that these are the related Bible verses from the New Testament itself. One verse is from book of Revelation, and the next verse will be from some other books of the New Testament. അപ്പോൾ അതൊന്ന് കമ്പയർ ചെയ്ത് ചിന്തിച്ചാൽ മാത്രം മതി. അന്ന് പറഞ്ഞു വിടുന്നതേ ഉള്ളൂ, നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതിയെടുക്കാം. ലാംപ് സ്റ്റാൻഡ് ആണ് ഫസ്റ്റ് വൺ. ലാംപ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് നിലവിളക്ക്. So in Revelation chapter 1 verse 13, when we compare with Matthew chapter 5 verse 14 and 15, we understand it is talking about the church is standing as a lampstand. ഒരു നിലവിളക്കിനെ പോലെ സ്റ്റാൻഡ് ചെയ്യുന്നതായിരിക്കുന്ന ഒരു സഭയെക്കുറിച്ച് കാണാൻ സാധിക്കുന്നത്. Then secondly, in Revelation chapter 4 and also 1 Peter chapter 2 verse 9, we read that church is a royal priesthood. ദൈവസഭ എന്ന് പറയുന്നത് ഒരു രാജകീയ പുരോഹിത വർഗത്തിൻ്റെ ഒരു കൂട്ടമാണ്. റോയൽ പ്രീസ്റ്റ്ഹുഡ് ആണ്, രാജകീയ പുരോഹിത വർഗമാണ് എന്ന് ഈ വാക്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. തേർഡ്ലി, ദ ടെമ്പിൾ ഓഫ് ഗോഡ്. ചർച്ച് ഇസ് എ ടെമ്പിൾ ഓഫ് ഗോഡ്.
according to Revelation chapter 11 verse 19, and when we compare with 2 Timothy chapter 3 verse 15. ഈ രണ്ട് വാക്യങ്ങളും വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ദൈവസഭ എന്താണ്? ഒരു ആലയത്തോട് ഉപമിച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ സഭ ആലയമായിട്ട് പിക്ചറൈസ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. And also, the fourth one is woman clothed with sun. എന്താണ്? സൂര്യനെ അണിഞ്ഞ സ്ത്രീയെ കുറിച്ചാണ് നാലാമത്തേത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് ആ നാലാമത്തെ വിഷയം എന്ന് പറയുന്നത് ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 12 വേഴ്സ് 1 ആൻഡ് ഓൾസോ വെൻ വി കമ്പയർ വിത്ത് 2 Corinthians ചാപ്റ്റർ 11 വേഴ്സ് 2. ഈ രണ്ട് വാക്യങ്ങളോട് താരതമ്യച്ച് പഠിക്കുമ്പോൾ ദൈവസഭയെ സൂര്യനെ അണിഞ്ഞ സ്ത്രീയായിട്ട് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഓൾസോ ഇൻ റെവലേഷൻ ചാപ്റ്റർ 14 വേഴ്സ് 1ലും ആക്ട്സ് ചാപ്റ്റർ 20 വേഴ്സ് 28 ഈ രണ്ട് വാക്യങ്ങൾ ചിന്തിക്കുമ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നത് ഫ്ലോക്ക് ഓഫ് ഷീപ്പ്, ഒരു കൂട്ടം ആട്ടിൻകൂട്ടം അല്ലെ ആട്ടിൻകൂട്ടത്തോട് ഉപമിച്ചിട്ട് സഭയെക്കുറിച്ച് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഹെവൻലി ജെറുസലേം, സ്വർഗീയ യെരുശലേമിനെ കുറിച്ചാണ് കാണാൻ സാധിക്കുന്നത്. ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സഭയിലുള്ള വിശ്വാസികൾ എന്ന് പറയുന്നത് ഒരു സ്വർഗീയ യെരുശലേമിന്റെ അനുഭവം ആണ് എന്നുള്ളത് നമുക്ക് അവിടുന്ന് കാണാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. സോ വി ക്യാൻ സീ ദാറ്റ് ഇൻ ഫ്രം Revelation chapter 21 verse 2, and when we compare with Galatians chapter 4 verse 26 we understand. So the church is a heavenly Jerusalem. And finally we see that the church is a garden of God. ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു തോട്ടമാണ്. So the entire chapter of Revelation 22, Revelation chapter 22, അതുപോലെ John chapter 15 verse 1 ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ we understand that the church of God is a garden of God. ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത് ഒരു തോട്ടമായിട്ട്, ദൈവത്തിന്റെ തോട്ടമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. So it is very important to understand what are the special features of this book, because as we move on to the next pages and next chapters, we need to understand what are the special features of this book. So now we are going to look into the symbolic language എന്ന് പറഞ്ഞാൽ പ്രതീകാത്മകമായിരിക്കുന്ന ലാംഗ്വേജ്, ഭാഷ ഈ പുസ്തകത്തിൽ യൂസ് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. പ്രതീകാത്മകമായ എന്ന് പറഞ്ഞാൽ ഒന്നിനോട് മറ്റൊന്ന് ഉപമിച്ചുകൊണ്ട് സംസാരിക്കുന്നതിനാണ് പ്രതീകാത്മകമായ എന്ന് പറയുന്നത്. സോ സിംബോളിക് ലാംഗ്വേജ് ഈസ് യൂസ്ഡ് in the book of Revelation, especially most difficult book of the understand in the New Testament. So we know that when we read the other books of the New Testament, it is a little bit easy for us to understand the things. But at the same time, when you go through the book of Revelation, and somebody told me that, Pastor, it is very difficult for me to understand the book of Revelation. So I will be surely I'll be attending in the Bible study on Wednesday, because it is not easy to understand all these portions and the verses and the words which is used, the terms which is used in the book of Revelation. So this is the most difficult book to understand in the New Testament. വളരെ ബുദ്ധിമുട്ടുള്ളതായിരിക്കുന്ന ഒരു പുസ്തകമാണ് മനസ്സിലാക്കിയെടുക്കാനായിട്ട് ഈ പുസ്തകം എന്ന് പറയുന്നത്. So it is very difficult to understand with our limited intellectual capacity also. We have only limited intellectual capacity, so it is not easy for us to understand all these things with our limited intellectual capacity. That's the reason that we are asking to the Lord for enlightening our hearts and mind to understand all these things. So you can see there are use of symbolic colors are there, metals are there, garments are there, numbers are there. So these are interesting but difficult to spiritualize all these verses. So there are എന്താണ് സിംബോളിക് ആയിട്ടുള്ള കളറുകളെ കുറിച്ച് സംസാരിക്കുന്ന ഒരു പുസ്തകമാണിത്. ചില മെറ്റലുകൾ, ചില വസ്തുക്കളെ കുറിച്ച് പിന്നെ സംസാരിക്കുന്നുണ്ട്. ഗാർമെന്റ്സിനെ കുറിച്ച്, എന്താണ് വസ്ത്രങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. നമ്പേഴ്സ് ഉണ്ട്, സംഖ്യ ഇതൊക്കെ. സോ വെൻ യു റീഡ് ദിസ്, ഇറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് ടു read all these things, but it is not easy to interpret. It is not easy to spiritualize all these things, especially in Revelation chapter 1 verses 13 to 16, 3:18, 4:4, 6, 1-8, and chapter 17 verse 4 and chapter 19 verse 8. ഇത്രയും വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ എല്ലാം ഉപയോഗിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നറിയാമോ?
ഒത്തിരി സിംബോളിക് ആയിട്ടുള്ള ലാംഗ്വേജസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കളറുകളെ കുറിച്ചും മെറ്റലുകളെ കുറിച്ചും വസ്ത്രങ്ങളെ കുറിച്ചും നമ്പേഴ്സിനെ കുറിച്ച് സംഖ്യകളെ കുറിച്ചും ഒക്കെയാണ് സംസാരിക്കുന്നത്. എസ്പെഷ്യലി ഇൻ റെവലേഷൻ ചാപ്റ്റർ 1 വേഴ്സസ് 13 to 16. എന്താണ് 1-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം തൊട്ട് 16-ാം വാക്യം വരെ നമ്മൾ നോക്കുമ്പോൾ we read about the Son of Man and his head and hair like a wool and snow, eyes like a flame of fire and feet like a bronze, voice like waters, etc. No? So chapter 1 13 തൊട്ട് 16 വരെ വായിക്കുന്ന പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണ് കർത്താവായ യേശു ക്രിസ്തു അല്ലെങ്കിൽ സൺ ഓഫ് മാനിന്റെ ഒന്ന് വായിച്ചു വേണ്ടി. ഈ പേന ഞാൻ ഇവിടെ കൊണ്ടുവന്നില്ല, എന്റെ പേഴ്സിലുണ്ടാവും പേന. 13 ആണ് പാസ്റ്റർ. 13 വായിച്ചു. And among the lampstand was someone like the Son of Man, dressed in a robe, reaching down to his feet, and with a golden sash around his chest. His head and hair were white like wool, as white as snow. His eyes were like blazing fire. His feet were like bronze glowing in a furnace, and his voice was like the sound of the rushing waters. In his right hand he held 7 stars, and out of his mouth came a sharp double-edged sword. His face was like sun shining in all its brilliance. Okay, so see, when we see these verses, we know something about that, but at the same time, what the writer of this book or what the Lord is meaning into these verses, that is very important. അല്ലെ, ഒത്തിരി കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഹെഡിനെ കുറിച്ച് പറയുന്നു, ഹെയറിനെ കുറിച്ച് പറയുന്നു, എന്താണ് സ്നോയിനെ പോലാണ്, മഞ്ഞ് പോലെയാണ്, വെളുത്തതാണ്, എന്താണ് ഫ്ലെയിം ഓഫ് ഫയർ ആണ്, തീച്ചൂള പോലെ കത്തുന്നതാണ്, ലൈക്ക് എ ബ്രോൺസ് ആണ്, അല്ലെങ്കിൽ ശബ്ദത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ് ഇറ്റ്സ് ലൈക്ക് വാട്ടേഴ്സ്, വലിയ എന്താണ് പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയാണ് എന്നൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും നമ്മൾ ആ കാര്യങ്ങളൊക്കെ പഠിച്ചു വരുമ്പോൾ അതെല്ലാം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ we need to understand that the writer is using a symbolic language in this book. Even in chapter 3 verse 18 also, you can see something like we read about buying gold and garments and ointments. അല്ലെ, എന്താണ് നിങ്ങൾ പല കാര്യങ്ങളും മേടിക്കണം എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? 3:18 പറഞ്ഞിരിക്കുന്നത്, നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്ന്, നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിപ്പാക്കേണ്ടതിന് ധരിക്കേണ്ടതിന് വെള്ള ഉടുപ്പ്, പിന്നെ കാഴ്ച ലഭിക്കാനായിട്ട് കണ്ണിൽ എഴുതാനായിട്ട് ലേപം. So you need to buy something, gold and garments and ointments. See, when we study about all these things, we need to understand that God is using something in his book, in his scripture, that there is a meaning of it. So because God has a purpose behind when he is using a symbolic language in the book. For another example, in chapter 5 verse 6 also you can see that Jesus Christ is described as a lamb of God. എന്താണ് ഒരു ദൈവത്തിന്റെ കുഞ്ഞാടായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ അവിടെ ചിത്രീകരിച്ചിരിക്കുകയാണ്. Okay, in fact we know that Jesus is not a lamb. Jesus is not a lamb at all, but just pictured as a lamb to show that there are spiritual benefits that we receive from Jesus through his death. Okay, and we remember about the sacrificial death of the lamb and Jesus Christ. So we are trying to understand the spiritual meaning of the symbolic languages which is used in Bible, especially in the book of Revelation. And another feature is there are many complicated and controversial topics are there. ഇതാണ് ഒത്തിരി സങ്കീർണമായിട്ടുള്ള അല്ലെങ്കിൽ വിവാദപരമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒത്തിരി വാക്യങ്ങളും വാക്കുകളും നമുക്ക് ഈ പുസ്തകത്തിനകത്ത് കാണാൻ സാധിക്കും. മെനി കോംപ്ലിക്കേറ്റഡ് ആൻഡ് കോൺട്രവേഴ്സ്യൽ ടോപ്പിക്സ് ആണ്, സങ്കീർണമായിട്ടുള്ള, വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള, അപ്പൊ തന്നെ ഒത്തിരി വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതായ ഒത്തിരി പദപ്രയോഗങ്ങളും വാക്കുകളും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. Again, there are huge number of visions and dreams. ദർശനങ്ങളും സ്വപ്നങ്ങളും കുറിച്ച് ധാരാളം നമുക്ക് ഈ പുസ്തകത്തിൽ കാണാൻ സാധിക്കുന്നു. മൊത്തം അത് തന്നെയാണ്. So Apostle John is getting visions after visions and dreams after dreams. So in his visions he is using
many symbolic matters also. But we cannot take many of the symbolic and allegorical usages realistically. എല്ലാം നമുക്ക് അതങ്ങനെ തന്നെ ലിറ്ററലി നമുക്ക് എടുക്കാനായിട്ടൊക്കത്തില്ല. വിഷൻ കാണുന്നു, ആ വിഷൻ കണ്ടതും അല്ലെങ്കിൽ ആ ഡ്രീം കണ്ടതുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടത് അങ്ങനെ തന്നെയാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയാനൊക്കത്തില്ല. കാരണം അതിനെല്ലാം ഓരോ അലിഗോറിക്കൽ യൂസേജ് ആയതുകൊണ്ട് we cannot take it as realistically or we cannot take it as literally, but we are trying to find out what God is meaning in it. And next one is allegorical language from the Old Testament. Okay, അപ്പം ഈ എന്താ പറയുന്നത് ഒരു ദൃഷ്ടാന്തപരമായിരിക്കുന്ന അല്ലെങ്കിൽ സാദൃശ്യപരമായിരിക്കുന്ന അല്ലെങ്കിൽ സാങ്കല്പികമായിരിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ പഴയ നിയമ ബുക്കുകളിൽ നിന്ന്, പഴയ നിയമ പുസ്തകങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് പ്രൊഫറ്റിക്കൽ ബുക്സിൽ നിന്ന് എടുത്തിവിടെ എഴുതിയിട്ടുണ്ട്. അതിന് പറയുന്ന അലിഗോറിക്കൽ ലാംഗ്വേജ് എന്നാണ്, ഫ്രം ദി ഓൾഡ് ടെസ്റ്റ്മെന്റ് പ്രൊഫറ്റിക്കൽ ബുക്സ്. ഫോർ എക്സാമ്പിൾ എസെക്കിയൽ, ഫ്രം ഡാനിയൽ, ഫ്രം ദ ബുക്ക് ഓഫ് സെക്കറായ. ഇവിടെ നിന്നെല്ലാം കുറേ കാര്യങ്ങൾ അലിഗോറിക്കലി എടുത്തുകൊണ്ട് ഇതിനകത്ത് സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ദ നെക്സ്റ്റ് സ്പെഷ്യൽ ഫീച്ചർ ഈസ് വിൻഡിക്റ്റീവ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടുണ്ട്. സോ ജോൺ ഈസ് യൂസിങ് വിൻഡിക്റ്റീവ് ലാംഗ്വേജ്. എന്താണ് പ്രതീക മീൻസ് എന്താ ഒരു പ്രതികാര ചുവയുള്ളതായിരിക്കുന്ന ഭാഷ. പ്രതികാരത്തെക്കുറിച്ച് സംസാരിക്കുക, എസ്പെഷ്യലി ഇൻ ചാപ്റ്റർ 6 verses 9 and 10. We will have to read that. Okay, പ്രതികാരത്തിന്റെ ഒരു വാക്കുകൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. Vindictive language that John is using there, the language of revenge. പറയാം, languages revenge ആണ്. Okay, വായിക്കാമോ? Chapter 6. When he opened the fifth seal, I saw under the altar the souls of those who had been slain because of the word of God and the testimony they had maintained. They called out in a loud voice, "How long, sovereign Lord, holy and true, until you judge the inhabitants of the earth and avenge our blood?" Okay. അവൻ അഞ്ചാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചന നിമിത്തം തങ്ങൾ പറഞ്ഞ സാക്ഷി ഹേതുവായും അർക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന് കീഴിൽ കണ്ടു. വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെ ഇരിക്കും എന്ന് അവർ ഉറക്കെ നിലവിളിച്ചു. യെസ്, ന്യായവിധിയും പ്രതികാരവും നടത്തുക. സോ in this book we can see that he is using the vindictive language. പ്രതികാര ചൊവ്വയുള്ള ഭാഷ ഉപയോഗിക്കുന്നുണ്ട്. to reveal the wrath of God, to reveal the wrath of God. So the language of revenge. So it is very hard to understand. And also here we can see the code languages. Code language ഉപയോഗിക്കുന്നുണ്ട്, especially in chapter 13 verses 1 and 2. You can see that how Apostle John is using the code language. So he is used the names of some beasts and animals. Beasts and animals, like can you read that portion also? 13, 1 and 2. And the dragon stood on the shore of the sea, and I saw a beast coming out of the sea. He had 10 horns and 7 heads, with 10 crowns on his horns, and on each head a blasphemous name. The beast I saw resembled a leopard, but had the feet like those of a bear, and a mouth like that of a lion. The dragon gave the beast his power and his throne and great authority. അല്ലേ, ഇതൊക്കെ 10 കൊമ്പും 7 തലയും കൊമ്പുകളിലെ 10 രാജമുടിയും ഒക്കെ ഉള്ളതായിരിക്കുന്ന ഒരു മൃഗത്തെ കുറിച്ചാണ് അവിടെ സംസാരിക്കുന്നത്. ഇത് കേൾക്കുമ്പോഴേ നമുക്ക് ഇതെന്തുവാ സംഭവം എന്നാ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദിസ്. സോ ദാറ്റ് ഈസ് ആക്ച്വലി എ കോഡ് ലാംഗ്വേജ്. ഒരു കോഡ് ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ടാണ് ആ വാക്യം എഴുതിയിരിക്കുന്നത്. Okay, that means using the names of some beasts and animals. Okay, so do not take it literally that a beast is going to come out of the sea like that. Rather, you can take it as there are some spiritual revelations and meanings of the things going to happen in future. So that is the meaning of the code languages using there. And let us understand why used the code languages. Why used the code language? എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കോഡ് ലാംഗ്വേജ് യോഹന്നാൻ അപ്പോസ്തലൻ യൂസ് ചെയ്തത് എന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ, ടു പ്രൊട്ടക്ട് ദ ക്രിസ്ത്യൻസ്. ഇപ്പൊ ക്രിസ്ത്യാനികളെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ്. അതായത് we know that the churches were going through severe persecution.
So if the outsiders, the outside people receive this letter, in case if they receive this letter, they will create another problem with the Christian people. So to protect the Christians, John is using many code languages. അപ്പം ഈ ലെറ്റർ എഴുതി കൊടുക്കുന്ന ഉടനെ ഇൻ കേസ് പുറത്തുള്ള ആർക്കെങ്കിലും ഇത് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ചർച്ചിലുള്ള അവർക്കല്ല, അല്ലാതെ ഉള്ളവർക്ക് ആർക്കെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതെല്ലാം പ്ലെയിൻലി ആണ് എഴുതിയിരിക്കുന്നെങ്കിൽ, എല്ലാം ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർക്കത് വായിച്ചാൽ മനസ്സിലാകും എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. അവർ ക്രിസ്ത്യൻസിനെതിരെ തിരിയും, പെർസിക്യൂട്ട് ചെയ്യാൻ തുടങ്ങും. So in order to protect the Christians, that Apostle John is using the code languages or symbolic languages, so that the people of God, the believers, will get the real meaning, the spiritual meaning of that point, of that verse or of that portion. So the churches were going through the severe persecution during this time. So let us understand one thing, that if outsiders are receiving this letter, they will create problems. So that was one of the reasons that John was using the code language. And also secondly, to connect with the Old Testament. രണ്ടാമതായിട്ട് ഈ കോഡ് ലാംഗ്വേജ് ഒക്കെ ഉപയോഗിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് പഴയ നിയമവുമായിട്ട് ഇതിനെ ബന്ധിപ്പിക്കാൻ വേണ്ടിയാണ്. പഴയ നിയമവുമായിട്ട് ബന്ധിപ്പിക്കാനായിട്ട്. Because there are almost 400 references of Revelation indicates to the Old Testament events. പഴയ നിയമത്തിൽ സംഭവിച്ചിട്ടുള്ളതായിരിക്കുന്ന ഏകദേശം 400 സംഭവങ്ങളെ കുറിച്ച് റെഫറൻസ് തരുന്ന ഒരു പുസ്തകമാണ് ബുക്ക് ഓഫ് റെവലേഷൻ. So to connect with the Old Testament, because we know that the New Testament is very much important for the New Testament believers. At the same time, we cannot avoid the Old Testament. അല്ലെ? പഴയ നിയമത്തിൽ നമുക്ക് കളയാനായിട്ട് ഒക്കത്തില്ല. പുതിയ നിയമം മതി, നമുക്ക് പുതിയ നിയമം മതി എന്ന് പറഞ്ഞുകൊണ്ട് അത് മാത്രം എനിക്ക് മതി എന്ന് വിചാരിച്ച് നമുക്ക് പഴയ നിയമത്തെ കളയാനായിട്ട് ഒക്കത്തില്ല. So that could be one of the reason that Apostle John was writing, when he was writing this letter, when he was writing this book, he is using many Old Testament references. Around 400 references of Revelation indicates that the connection with the Old Testament events, in the Bible. And the next purpose is to let them know the seriousness. എന്താണ്? കാര്യങ്ങളുടെ ഗൗരവത്തെക്കുറിച്ച് അവർ മനസ്സിലാക്കണം എന്ന് യോഹന്നാൻ ആഗ്രഹിച്ചു. To let them know the seriousness of the things, the spiritual things. Suppose if it is written in plain language, nobody will take it seriously, right? പ്ലെയിൻ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ, നമ്മളൊരു സിമ്പിളായിട്ട് ചുമ്മാ എഴുതി കഴിഞ്ഞാൽ ആൾക്കാർ അത്ര സീരിയസ് ആയിട്ട് എടുക്കത്തില്ല. പക്ഷേ നിങ്ങൾ നോക്കി, ഫോർ എക്സാമ്പിൾ ചാപ്റ്റർ 12 verses 3 and 4 എന്ന് വായിച്ചേ. Let's read 12 verses 3 and 4. Then another sign appeared in heaven, an enormous red dragon with 7 heads and 10 horns and 7 crowns on his heads. His tail swept a third of the stars out of the sky and flung them to the earth. The dragon stood in front of the woman who was about to give birth, so that he might devour her child the moment it was born. സ്വർഗത്തിൽ മറ്റൊരു അടയാളം കാണായി. 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമായി തീ നിറമുള്ള ഒരു മഹാസർപ്പം. അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 3-1 വലിച്ചു കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. പ്രസവിക്കാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളയുവാൻ മഹാസർപ്പം അവളുടെ മുൻപിൽ നീങ്ങും. തീ നിറമുള്ള ഒരു മഹാസർപ്പത്തെ കുറിച്ചാണ് ആ വാക്യങ്ങളിൽ പറയുന്നത്, അല്ലേ? എ ഗ്രേറ്റ് റെഡ് ഡ്രാഗൺ. അതിന്റെ പ്രത്യേകത എന്താണ്? 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമുള്ള തീ നിറമുള്ള ഒരു മഹാസർപ്പം. See, now I believe if this book was written in a plain language, nobody will take it seriously. പക്ഷേ ഇവിടെ എഴുതിയിരിക്കുന്നുണ്ടോ, എ ഗ്രേറ്റ് റെഡ് ഡ്രാഗൺ. You can see the picture of that in the screen there. You can see the picture of that great red dragon. മഹാസർപ്പത്തിന്റെ ഒരു പിക്ചറാണ് അവർ കൊടുത്തിരിക്കുന്നത്. എ ഗ്രേറ്റ് റെഡ് ഡ്രാഗൺ വിത്ത് 7 heads and 10 horns. അല്ലെ? അപ്പം ഈ 10 തലയും 7 കൊമ്പുകളും ഉള്ളതായിരിക്കുന്ന ഒരു മഹാസർപ്പത്തെയാണ് അവിടെ പിക്ചറൈസ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. Why? To make them know the seriousness of the things to come. ഈ മഹാസർപ്പത്തിന്റെ ഒരു പിക്ചർ അവർക്ക് കൊടുക്കുമ്പോൾ അവർ മനസ്സിലാക്കണം, ഇനി വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ
സംഭവിക്കാൻ പോകുന്നതിൻ്റെ സീരിയസ്നെസ് എത്രത്തോളമുണ്ട്, ഗൗരവം എത്രത്തോളമുണ്ട്. അല്ലാതെ വെറുതെ നമുക്ക് ജീവിക്കാനൊക്കത്തില്ല. ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ അത്രയ്ക്കും സീരിയസ് ആയതുകൊണ്ട് സീരിയസ്ലി നാം നമ്മുടെ സ്പിരിച്വൽ ലൈഫ് കൊണ്ടുപോകണമെന്ന് മനസ്സിലാക്കി കൊടുക്കാനായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഡ്രാഗൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് പറയുകയാണ് ഇതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, ഈവൻ we know that even Jesus, when he was in his public ministry, Jesus used many parables and he used many comparisons in his sermons. Why he was using the parables and comparison with other things? Why? Let the people know the importance of the biblical truth. അല്ലേ? വാസ്തവത്തിൽ ഇതിൻ്റെ കാര്യങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കി കൊടുക്കാൻ, ഗൗരവത്തോടു കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്. കർത്താവ് യേശുക്രിസ്തു പോലും പലപ്പോഴും ഉപമകളും അല്ലെങ്കിൽ താരതമ്യ പഠനം ഒക്കെ നടത്തി പഠിപ്പിച്ചിട്ടുണ്ട്, ടീച്ച് ചെയ്തിട്ടുണ്ട് അല്ലേ? അതൊക്കെ അതിൻ്റെ പിന്നിൽ ഒരു റീസൺ ഉണ്ട്. ആൻഡ് അനദർ തിങ് ഈസ് സിമിലാരിറ്റീസ് ഇൻ ലെറ്റേഴ്സ്. സിമിലാരിറ്റീസ് ഇൻ ലെറ്റേഴ്സ് ഉണ്ട്. അതായത് there are many similarities in the other writings of John with the book of Revelation. യോഹന്നാൻ തന്നെ എഴുതിയ പുസ്തകമാണ് യോഹന്നാന്റെ ഗോസ്പൽ അല്ലെ, സുവിശേഷം. ഈ യോഹന്നാൻ, അപ്പോസ്തലനായ യോഹന്നാൻ തന്നെ എഴുതിയ പുസ്തകമാണ് യോഹന്നാന്റെ സുവിശേഷം. സോ യു ക്യാൻ സീ സിമിലാരിറ്റീസ് ഇൻ ഹിസ് ലെറ്റേഴ്സ്. അതായത് ഇവിടെ മാത്രമല്ല, ഇനി ഈവൻ നമ്മൾ യോഹന്നാൻ എഴുതിയ ലേഖനങ്ങൾ നോക്കിയാലും എപ്പിസ്റ്റൽസിനകത്ത് നോക്കിയാലും അവിടെയും ഈ സിമിലാരിറ്റീസ് കാണാൻ ഒക്കും. ഏകദേശം ഒരുപോലെയുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് ഗിവൺ 2 of them there. When we compare Revelation chapter 19 verse 13 and John chapter 1 verse 1, we know that John is saying that Jesus is the word. അല്ലേ? ദൈവം യേശുക്രിസ്തു ആരാണ്? വചനമാണ്. യേശുക്രിസ്തു വചനമാണ്. We read in Revelation 19:13 and John 1:1 we read Jesus is the word. And the next one is in Revelation chapter 5 verse 6 and John chapter 1 verse 29 we read that Jesus is the Lamb of God. യേശുക്രിസ്തു ആരാണ്? ഒരു ദൈവത്തിന്റെ കുഞ്ഞാടായിട്ട് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. സിമിലാരിറ്റീസ് ആണ്. ഓക്കെ, ഒന്നിനെ എടുത്തിട്ട് മറ്റൊന്നുമായിട്ട് സിമിലർ ആണെന്ന് കാണിച്ച് കമ്പാരിസൺ സ്റ്റഡീസ് ആണ് പലപ്പോഴും നമുക്ക് ഈ പുസ്തകത്തിൽ കാണാൻ തക്കവണ്ണം സാധിക്കും. ദീസ് ആർ ദ സ്പെഷ്യാലിറ്റീസ് ഓഫ് ദ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ദ ബുക്ക് ഓഫ് റെവലേഷൻ. And now we are going to study about the word apocalypsis. The word apocalypsis. Okay. So this is one of the very important portion that we have to go through, because by understanding this thing, we will see what is the purpose of the book of Revelation. The word apocalypsis. Apocalypsis എന്ന് പറയുന്ന ആ വാക്കിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. We know the book of Revelation in the New Testament has the literal title in Greek. It is written the Apocalypsis of John. Apocalypsis of John അല്ലെങ്കിൽ യോഹന്നാൻ ഉണ്ടായ വെളിപ്പാടുകൾ എന്നാണ് ഗ്രീക്ക് ടൈറ്റിലിൽ ഇതിന് കൊടുത്തിരിക്കുന്ന ഒരു കാര്യം. Apocalypsis of John. The word apocalypsis means revelation. Okay. അപ്പം ഈ അപ്പോകാലിപ്സിസ് എന്ന് പറയുന്ന ആ വാക്കിന് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്ന അർത്ഥം റെവലേഷൻ എന്നാണ്. റെവലേഷൻ അല്ലെങ്കിൽ വെളിപ്പാട്, വിച്ച് മീൻസ് അൺവെയിലിംഗ് ദ മിസ്റ്ററീസ്. എന്താണ്? ഒളിഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ മറഞ്ഞു കിടക്കുന്നതായ കാര്യങ്ങളെ നീക്കി കാണിക്കുക. അൺവെയിലിംഗ് ദ മിസ്റ്ററീസ് ആണ്. മിസ്റ്ററീസ് ഉണ്ട്. ആ മിസ്റ്ററീസിനെ അല്ലെങ്കിൽ എന്താണ് ഒളിഞ്ഞു കിടക്കുന്നതായിരിക്കുന്ന കാര്യങ്ങളെ അൺവെയിൽ ചെയ്യുക, അതിനെ വെളിച്ചത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. അങ്ങനെ റിവീലിംഗ് ദ ഹിഡൻ തിങ്സ് അല്ലെങ്കിൽ മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങളെ പുറത്തു കൊണ്ടുവരിക, വെളിപ്പെടുത്തുക എന്നുള്ള അർത്ഥത്തിനാണ് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ അൺലോക്കിംഗ് ദ ഫാക്ട്സ്. ഒത്തിരി ഫാക്ട്സുകളുണ്ട്, ഒത്തിരി യാഥാർത്ഥ്യങ്ങളുണ്ട്, അതിനെ എന്ത് ചെയ്യുക? അൺലോക്ക് ചെയ്യുക. ലോക്ക് ചെയ്തിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ആർക്കും മനസ്സിലാക്കാൻ പറ്റാതെ കിടക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് ഭാവിയിൽ സംഭവിക്കാനുള്ളത്. അതിനെല്ലാം അൺലോക്ക് ചെയ്തിട്ട് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക. ആൻഡ് ഓൾസോ ടു പുൾ ദ ലിഡ് ഓഫ് സംതിങ്. അതായത് ചിലതിൻ്റെയൊക്കെ അടപ്പ് തുറന്ന് അത് കാണിക്കുക, പ്രദർശിപ്പിക്കുക. പുൾ ഔട്ട് ദ ലിഡ് ഓഫ് സംതിങ്. എന്തെങ്കിലും ഒരു വസ്തു ഉണ്ടെങ്കിൽ, ഒരു ടിൻ ഉണ്ടെങ്കിൽ അതിൻ്റെ അടപ്പ് തുറന്നതിന് ശേഷം കാണിച്ചു കൊടുക്കുന്നതിനാണ് ഈ അപ്പക്കാലിപ്സിസ് എന്ന് പറയുന്ന വാക്ക് യൂസ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതാണ് the same thing is happening in the book of Revelation also. Now all the things that we see in this book is
already he's trying to unveil the mysteries, or he's trying to reveal the hidden things, or he's trying to unlock the facts, or he's trying to pull the lid of something. Okay, but at the same time, in Hebrew language, instead of apocalypses, it is written Ele Hasodot. Ele Hasodot is the Hebrew word which is used for revelation. ഈ എലെ ഹസാദോത്ത് എന്ന് പറയുന്ന വാക്കാണ് എബ്രായ ഭാഷയിൽ ഈ അപ്പക്കാലിപ്സിസ് അല്ലെങ്കിൽ റെവലേഷൻ അല്ലെങ്കിൽ വെളിപ്പാട് എന്നുള്ളതിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന പദം എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം ദീസ് ആർ ദ സീക്രട്സ് ഓർ ദ സീക്രട്സ്, അതായത് ഇതാണ് രഹസ്യങ്ങൾ. ഈ പറയപ്പെടുന്ന എല്ലാം രഹസ്യങ്ങളാണ്, പക്ഷെ ആ രഹസ്യങ്ങളെല്ലാം നമുക്ക് തുറന്നു തരുന്നു. മീനിങ് the Lord has revealed many secrets that going to happen in future to Apostle John. Okay, അപ്പോസ്തലനായ യോഹന്നാന് ഇനി ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ധാരാളം സീക്രട്ടുകളെ കുറിച്ച് ഉള്ളതായിരിക്കുന്ന വിവരങ്ങൾ റിവീൽ ചെയ്തു, വെളിപ്പെടുത്തി കൊടുത്തു എന്ന് നമുക്കതിനകത്തുനിന്ന് കാണാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. And we know that Apostle John received many revelations about Jesus Christ. And revelations about the churches, revelations about many visions, about the eschatological events, അല്ലെ, ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന അന്ത്യകാല സംഭവങ്ങളെക്കുറിച്ചും സഭകളെക്കുറിച്ചുള്ള അനുഭവങ്ങൾ, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, ഇതെല്ലാം എസ്കറ്റോളജിക്കൽ ഈവൻസ് എല്ലാം ഈ യോഹന്നാൻ അപ്പോസ്തല ദൈവം വെളിപ്പെടുത്തി കൊടുക്കും. That's why this book is known as the book of Revelation or Apocalypse, or the book which contains many unveiled secrets. ഒത്തിരി സീക്രട്ട് ആയിട്ടുള്ള രഹസ്യങ്ങളെ മറന്നീക്കി കാണിക്കുന്ന ഒരു പുസ്തകമായിട്ട് നമുക്ക് ഇതിനെ കാണാനായിട്ട് സാധിക്കുന്നു. സോ we need to we need the help of the Holy Spirit. We need the help of the Holy Spirit to grasp the depth of the prophecies of the book. So let us pray that God may give wisdom, understanding, and may the Lord help and His Holy Spirit help us to grasp the truth as we go on to the to ponder many things from this book these days. And now I have few more things to tell you as we study about the word apocalypsis. So ഈ apocalypsis എന്ന് പറയുന്ന ഒരു വാക്കിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യം കൂടെ പറഞ്ഞിട്ട് അടുത്ത സ്ലൈഡിലോട്ട് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. When we hear about the word apocalypsis or revelation, automatically there is a word coming in our mind which is so closely related to this concept. ഇതാണ് വെളിപ്പാട് എന്നുള്ള വാക്ക് കേൾക്കുന്ന ഉടനെ അതുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വാക്ക് നമ്മുടെ മനസ്സിലോട്ട് പെട്ടെന്ന് വരും. that the word prophecy, അല്ലെ? പ്രൊഫസി അല്ലെങ്കിൽ പ്രൊഫറ്റ്, പ്രവാചകൻ അല്ലെങ്കിൽ പ്രവചനം എന്നുള്ളൊരു വാക്ക് നമ്മുടെ മനസ്സിലോട്ട് പെട്ടെന്ന് വരും ഈ വെളിപ്പാട് എന്നുള്ള വാക്ക് കാണുന്ന ഉടനെ, അല്ലെ? We know how many prophetical books are there in the Old Testament? 17. Okay. 17 prophetical books are there in the Old Testament, but only 16 prophetical book writers are there. Only 16 prophetical books writers are there in the Old Testament, because book of Jeremiah and Lamentation are written by Jeremiah, the prophet Jeremiah. അല്ലെ? 17 പ്രൊഫറ്റിക്കൽ ബുക്കാണ്, പ്രവചന പുസ്തകങ്ങളാണ് ഈ പഴയ നിയമത്തിലുള്ളത്. അതേസമയം തന്നെ അതിനകത്ത് 16 പുസ്തകം എഴുതിയ റൈറ്റേഴ്സ് അല്ലെങ്കിൽ എഴുത്തുകാർ 16 പേരേ ഉള്ളൂ. കാരണം യിരെമ്യാവിന്റെ പുസ്തകവും ലെമന്റേഷന്റെ ബുക്കും അല്ലെങ്കിൽ വിലാപങ്ങളുടെയും പുസ്തകവും യിരെമ്യാവിന്റെ പുസ്തകവും രണ്ടും യിരെമ്യാവ് തന്നെയാണ് എഴുതിയത്. അതുകൊണ്ടാണ് 17 എഴുത്തുകാരേ ഉള്ളൂ, പക്ഷേ 17 ബുക്സ് ഉണ്ട്. But in the Old Testament there are many prophets. Those never have written a book, but they prophesied many things and they did their prophetical ministries in different capacities, but they never wrote a book. അല്ലെ? പഴയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ഒത്തിരി പ്രവാചകന്മാരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. Scholars are saying that there are more than 100 prophets and prophetesses named, or their names are mentioned in the Old Testament. ഏകദേശം 100-ലധികം പ്രവാചകന്മാരുടെയും പ്രവാചകിമാരുടെയും പേരുകൾ പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ്
നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഏകദേശം 16 പേര് മാത്രമേ ബുക്ക് എഴുതിയിട്ടുള്ളൂ. അവർ ബുക്ക് എഴുതിയിട്ടില്ല ബാക്കിയുള്ളവർ. പക്ഷെ അവരെന്ത് ചെയ്തു? ദേ പ്രൊഫസൈഡ്, അല്ലേ? അവർ പ്രവചിച്ചു, അവർ ദർശനങ്ങളെ കണ്ടു, വെളിപ്പാടുകൾ കണ്ടു, അത് വിശദീകരിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, സോ വി നോ ദാറ്റ് ഈവൻ ദോ ദർ ആർ മെനി prophets, okay, in the Old Testament, they never have written a book, but they prophesied many things. Okay, they did their prophetical ministries in different capacities, but they never wrote a book. For example, I can tell you about Enoch. Hanok was a prophet. Enoch was a prophet. Yes. How can we say that? When you go to Jude chapter 1 verses 14 and 15, you can see that Enoch prophesied about the coming of the Lord and the judgment. അല്ലേ? യൂദയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ, ഒരു അധ്യായമേ ഉള്ളൂ, 1-ാം അധ്യായത്തിന് 14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഈ ഹാനോക്ക് പ്രവചിച്ചതായിട്ട് നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ആരും ഹാനോക്കിനെ പ്രവാചകനാണെന്ന് പറയാറില്ല. ഓക്കെ, പഴയ നിയമത്തിലെ ഹാനോക്കിനെ പ്രവാചകനാണെന്ന് നമ്മൾ ആരും പറയാറില്ല. ബിക്കോസ് the only reason is he did not write any book. Okay, but here Jude, യൂദയുടെ ലേഖനത്തിൽ പറയുകയാണ് എന്താണ്? He is prophesying about coming of the Lord and the judgment. അല്ലേ? എന്താണ്? 1000 വിശുദ്ധന്മാരോട് കൂടെ ആമേൻ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു എന്നാണ് വായിക്കുന്നത്. ഓക്കെ, 1000 വിശുദ്ധന്മാരോട് കൂടെ വന്നിരിക്കുന്നു. ഓക്കെ, അപ്പം അതൊരു പ്രവചനമായിട്ടാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. സോ ഹാനോക്ക് എന്ത് ചെയ്തു? പ്രവചിച്ചു. അതുകൊണ്ടല്ലേ നമ്മൾ ആ പാട്ട് പാടുന്നത്, ഇറ്റ്സ് എ സോങ്. 1000 വിശുദ്ധരുമായി കാന്തനാൻ കർത്താവ് വന്നിടുമേ, ആർത്തിയോടവനായി കാത്തിടാമേ. അല്ലെ? സിയോൻ സഞ്ചാരികളെ ആനന്ദിപ്പീൻ, കാഹള ധ്വനി വീണ്ടിൽ കേട്ടിടാറായി, മേഘത്തിൽ നമ്മയും ചേർത്തിടാറായി. അല്ലെ? അപ്പം സോ വി അണ്ടർസ്റ്റാൻഡ് Enoch was a prophet also, because he prophesied about many things, and he prophesied about the coming of the Lord and the judgment which is coming through Jesus Christ. Okay, so for the next example I can tell you Noah was a prophet, Abraham was a prophet, Joseph was a prophet, Moses was a prophet, Samuel was prophet, Elisha, and there are prophetess also. അല്ലെ? പ്രവാചകിമാരും ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് മിറിയാം, അല്ലെ? We read in Exodus chapter 15 verse 20 that Miriam the prophetess, പ്രവാചകിയായ മിരിയാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. And Deborah was a prophetess. Okay? Even Joseph, think about Joseph. Joseph was a young man. Joseph had prophetic dreams about his future. അല്ലെ? ജോസഫിന് ചെറുപ്പകാലത്ത് തന്നെ കിട്ടിയതായിരിക്കുന്ന ഒരു ദർശനമാണ്. ദർശനം എന്തായിരുന്നു? ജോസഫിന്റെ മാതാപിതാക്കളെ കുറിച്ചും തന്റെ സഹോദരന്മാരെ കുറിച്ചും ഉള്ളതായിരിക്കും, അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതായിരിക്കുന്ന പ്രൊഫറ്റിക്കൽ ഡ്രീം കിട്ടിയ ആളാണ് ജോസഫ് എന്ന് പറയുന്നത്. ബട്ട് ഇൻ ലേറ്റർ വാട്ട് ഹാപ്പൻഡ് ഇൻ ഈജിപ്റ്റ്, ഹി ഇന്റർപ്രറ്റഡ് ദ ഡ്രീംസ് ഓഫ് അതേഴ്സ്, ഇൻക്ലൂഡിങ് ഫറവോൻ രാജാവിന്റെ വരെ ഡ്രീംസിനെ, സ്വപ്നങ്ങളെ എന്ത് ചെയ്തു? ഇന്റർപ്രറ്റ് ചെയ്യാനായിട്ട് അവനെ ദൈവം സഹായിച്ചു. സോ ഫൈനലി വി അണ്ടർസ്റ്റാൻഡ് ജോസഫ് ഓൾസോ വാസ് എ പ്രൊഫറ്റ്. അല്ലേ? ബിക്കോസ് ഹി വാസ് ഓൾസോ റിസീവിംഗ് ദ വിഷൻസ് ഫ്രം ഗോഡ് ആൻഡ് ഹി വാസ് ഇന്റർപ്രറ്റിംഗ് ദ വിഷൻസ്, ഹി വാസ് ഇന്റർപ്രറ്റിംഗ് ദ ഡ്രീംസ്. അല്ലേ? താൻ കണ്ട സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കുക എന്ന് പറയുന്നത് ഒരു പ്രവാചകന് മാത്രമേ ചെയ്യാൻ കഴിയത്തുള്ളൂ. Okay, we can call Joseph also as a prophet because he did that ministry and he was holding that office in his life. Even Miriam, okay, and also many other people. Okay, and here when we study the book of Revelation, all of us very clearly know that there is only one book in the New Testament known as the prophetical book. That is the book of Revelation. Only one book in the New Testament is known as the prophetical book, the book of Revelation. Who is the author of that book? John. Okay, John the Apostle. We know he is known as the author and he is the writer. He is an apostle. He is a minister of God. അല്ലേ? യോഹന്നാൻ അപ്പോസ്തലനെ കുറിച്ച് നമ്മൾ സാധാരണ വായിക്കുന്നത് എന്താ? നമ്മൾ പറയുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്ന ആരാണ്? യോഹന്നാൻ ആരാണ്? ഒരു അപ്പോസ്തലനാണ്, എഴുത്തുകാരനാണ്, സുവിശേഷങ്ങൾ എഴുതിയിട്ടുണ്ട്, ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത്. യോഹന്നാൻ അപ്പോസ്തലൻ ഒരു ദൈവത്തിന്റെ ശുശ്രൂഷകനായിരുന്നു. ഇതൊക്കെ നമ്മൾ പറയാറുണ്ട്, അല്ലേ?
But the question is he known as a prophet anywhere in the Bible? യോഹന്നാൻ അപ്പോസ്തലൻ ഒരു പ്രവാചകനാണെന്ന് എവിടെയും ബൈബിളിൽ എഴുതിയിട്ടില്ല. No, nowhere you can see that John the Apostle was a prophet. Never. But his prophetical book contains about many prophecies concerning the present condition of the world and the future events also, eschatology also. അല്ലേ, നോക്കണേ, ഈ യോഹന്നാൻ എന്ന് പറയുന്ന അപ്പോസ്തലന് ഒരു പ്രവാചകനാണെന്ന് എവിടെയും എഴുതി വെച്ചിട്ടില്ലെങ്കിൽ പോലും തൻ്റെ പ്രവചന പുസ്തകമാകുന്ന ബുക്ക് ഓഫ് റെവലേഷനകത്ത് എത്രയോ പ്രൊഫസീസാണ് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോഴത്തെ ഈ ലോകത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചും ഈ ലോകത്തിന് എന്ത് സംഭവിക്കാൻ പോകുന്നു, ഭാവിയിൽ ദൈവജനത്തിന്, സഭയ്ക്ക്, ലോകത്തിന് എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്ന് പറയുന്നത് എസ്കറ്റോളജിക്കൽ മാറ്റേഴ്സ് ആർ കണ്ടെയ്നിങ് in the book of Revelation. അല്ലേ, അത്രയും കാണാൻ സാധിക്കുന്നുണ്ട്. The interesting thing is John the Baptist never wrote a prophetical book, but he is known as a prophet in Matthew chapter 11. അതാണ് അതിനേക്കാൾ രസം. യോഹന്നാൻ അപ്പോസ്തലനെ വിട്, യോഹന്നാൻ സ്നാപകനുണ്ടല്ലോ, ജോൺ ദ ബാപ്റ്റിസ്റ്റ്, he never wrote a prophetical book. അല്ലേ, യോഹന്നാൻ അപ്പോസ്തലൻ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, വെളിപ്പാട് പുസ്തകം. പക്ഷെ അദ്ദേഹത്തെ പ്രവാചകനാണ് എവിടെ അറിയപ്പെട്ടിട്ടില്ല, വിളിച്ചിട്ടില്ല. പക്ഷെ യോഹന്നാൻ സ്നാപകനോ, ജോൺ ദ ബാപ്റ്റിസ്റ്റ്, താന് പുസ്തകം ഒന്നും എഴുതിയിട്ടില്ല, ഒരു പുസ്തകം എഴുതിയിട്ടില്ല. പക്ഷെ പുള്ളി എന്ത് ചെയ്തു, ഒരു പ്രൊഫറ്റ് ആയിട്ടാണ് മാത്യു ചാപ്റ്റർ 11 നമ്മൾ വായിക്കുന്നത്. അല്ല, അവിടെ പറയുന്നുണ്ട് എന്താ പറയുന്നത്, പ്രവാചകന്മാരെക്കാളും അധികം, അല്ലെ, പ്രവാചകന്മാരെക്കാളും ഏറെ എന്നുള്ള ഒരു പദപ്രയോഗമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലെ, അപ്പൊ അതും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തിങ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. So here we need to understand something, that there are some differences between the Old Testament prophecies and apocalyptic prophecies. Okay, so അതാണ് നമ്മൾ ഇനി ചിന്തിക്കാൻ പോകുന്നത്. The differences between the Old Testament prophecies or the Old Testament, the differences between the apocalyptic and prophecy. അല്ലേ, ഇത് രണ്ടാണ്. അതായത് when we study in this way, we understand. Let's see what is the difference between the apocalyptic and prophecy. Okay, apocalyptic എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വരാനിരിക്കുന്ന ദുരന്തത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ലോകത്തിന്റെ അവസാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രവചനങ്ങളെക്കാണ് അപ്പോകാലിപ്റ്റിക് എന്ന് പറയുന്നത്. അപ്പോകാലിപ്റ്റിക് ആയിട്ടുള്ള പ്രവചനങ്ങൾ പഴയ നിയമത്തിലുണ്ട്, പുതിയ നിയമത്തിലുണ്ട്. പുതിയ നിയമത്തിലുള്ളത് ഈ വെളിപ്പാട് പുസ്തകത്തിലാണ് അപ്പോകാലിപ്റ്റിക് ആയിരിക്കുന്ന, അല്ലെങ്കിൽ വരാനിരിക്കുന്ന വലിയ ദുരന്തങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന, the tragedies which is going to come on the earth, and also the end of the age, the end of the dispensation, ലോകാവസാനവുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ, പ്രവചനങ്ങൾ കൊടുത്തിരിക്കുന്ന പ്രവചനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്, അപ്പോകാലിപ്റ്റിക് ആണ്. ഓക്കെ, ബട്ട് there are simple prophecies also in the Bible. അല്ലെ, സിമ്പിൾ ആയിട്ട് പ്രവചനങ്ങൾ ധാരാളം ബൈബിളിനകത്ത് കാണാൻ സാധിക്കും. Okay, it can be anything. Prophecies about anything. Sometimes about someone's personal life. Some prophecies are about the present condition. Some prophecies are about something going to happen in future. അല്ലെ, ഇപ്പോൾ ഒരുപക്ഷെ സാധാരണ പ്രവചനങ്ങൾ ഒത്തിരി നമ്മൾ കാണുന്നുണ്ട് ബൈബിളിൽ. അത് ഒരുപക്ഷെ ഒരാളുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച്, വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ചായിരിക്കും. ചിലപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണെന്നായിരിക്കും. ചിലപ്പം ഇനി സംഭവിക്കാൻ പോകുന്ന എന്തെങ്കിലും കാര്യമായിരിക്കണം നോക്കും. അതൊക്കെ നമ്മൾ ബൈബിളിൽ പ്രൊഫസീസ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷെ അതേസമയം അപ്പോകാലിപ്റ്റിക് എന്ന് പറയുന്നത് ഈസ് സ്ലൈറ്റ്ലി ഡിഫറെന്റ് ഫ്രം ദ പ്രൊഫസീസ്. ഓക്കെ, ബൈ ദ വേ, ആസ് വി ഗോ ഓൺ ടു സീ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ അപ്പോകാലിപ്റ്റിക് ആൻഡ് പ്രൊഫസി, one more thing I want to bring it to your attention. That is, even in the Old Testament also, there are many apocalyptic visions. And even apocalyptic prophecies are there, which the Lord has revealed to the prophets, the things that to happen in future. ഇനി ഈ ഭൂമിയിൽ സംഭവിക്കാനുള്ളതായിരിക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും പഴയ നിയമത്തിലും എന്ത് പറഞ്ഞിട്ടുണ്ട്, ഒത്തിരി പ്രൊഫസീസ് കൊടുത്തിട്ടുണ്ട്. അതും അപ്പോകാലിപ്റ്റിക് ആയിട്ടുള്ള പ്രൊഫസീസ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അത് എസ്പെഷ്യലി വെൻ യു റീഡ് ബുക്ക് ഓഫ് എസെക്കിയേൽ, ബുക്ക് ഓഫ് ഡാനിയൽ and book of Jeremiah, ഈ പുസ്തകങ്ങളിലൊക്കെ, even book of Isaiah also, there are many apocalyptic teachings and apocalyptic prophecies are mentioned in those
things. Now let us see what is the difference between apocalyptic and prophecy. ഈ പ്രൊഫസി എന്ന് പറഞ്ഞ പ്രവചനം എന്ന് പറയുന്നതും അല്ലെങ്കിൽ അപ്പോകാലിപ്റ്റിക് ആയിട്ടുള്ള പ്രവചനം തമ്മിലുള്ളതായിരിക്കുന്ന വ്യത്യാസം ചെറുതായിട്ടൊന്ന് പറഞ്ഞിട്ട് അടുത്ത പോർഷനിലൂടെ നമുക്ക് പോകാം. സോ ഇറ്റ് ഈസ് വെരി ഈസി. സോ ഇൻ പ്രൊഫസീസ് എന്ന് പറയുന്നത്, പ്രവചനം എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് ദിസ് പ്രസന്റ് വേൾഡ്, ഇന്ന് നാം കാണുന്ന ഈ ലോകവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രൊഫസീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ എ ക്രൈ ഫോർ സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ്. ഒരു വലിയ എന്താ പറയുന്ന ഒരു ഭയങ്കര കരച്ചില്. ഈ ചില പ്രവാചകന്മാരൊക്കെ they are crying about the people of Israel sometimes. They are crying about the people of Israel. When they were ministering among the people of Israel, they are crying in the presence of God when they see something, the social and economical and political injustice among those people, among the children of God, right? അതൊക്കെ കണ്ടുകൊണ്ട് കരഞ്ഞുകൊണ്ട് അവർ പ്രവചിക്കുന്ന പ്രവചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. സോ ഓൾ ദോസ് തിങ്സ് ആർ ഇൻ ടേംസ് ഓഫ് ദിസ് പ്രസന്റ് വേൾഡ്. ഈ ഭൂമിയിൽ അന്നേരത്തെ സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവർ പ്രവചിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് ഓൾസോ പ്രൊഫസീസ് ആർ വിത്ത് എ പർപ്പസ് ഓഫ് സ്പിരിച്വൽ ഗ്രോത്ത്. ആ സമയത്ത് അന്നുണ്ടായിരുന്ന ആളുകൾക്ക് ഒരു സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാകാനുള്ള ആഗ്രഹത്തോടു കൂടിയാണ് അന്ന് ആ പ്രവചനങ്ങൾ അവര് പറഞ്ഞുകൊണ്ടിരുന്നത്. ആൻഡ് ഓൾസോ പ്രൊഫറ്റ് ഈസ് എൻ ഓപ്റ്റിമിസ്റ്റ്. അതായത് ആ സമയത്ത് പ്രവചിക്കുന്ന ആളുകൾ വിചാരിക്കുന്നത് അറിയാമോ, അവർ ഒപ്റ്റിമിസ്റ്റാണ്, ശുഭാപ്തി വിശ്വാസത്തോടു കൂടെയാണ് പ്രവചിക്കുന്നത്. അത് അന്നേരം തന്നെ സംഭവിക്കാൻ പോവുകയാണ് എന്നുള്ള രീതിയിലാണ് അവർ പ്രവചിക്കാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഒരാളെക്കുറിച്ച്, ഒരാളുടെ തെറ്റിനെ കുറിച്ച് സംസാരിക്കുന്ന ഉടനെ, ഒരു മിസ്റ്റേക്ക് കണ്ട് സംസാരിക്കുന്ന ഉടനെ, പ്രവചിക്കുന്ന ഉടനെ അപ്പം തന്നെ ആൾ മാനസാന്തരപ്പെട്ട് വരുമെന്നുള്ള പ്രതീക്ഷയോടെ, ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട്, ശുഭപ്രതീക്ഷയോടുകൂടിയാണ് പ്രവാചകന്മാരെ പ്രവചിച്ചിട്ടുള്ളത്. ആൻഡ് ഓൾസോ പ്രൊഫസീസ് are to be fulfilled in this present world and present time. ആ കാലഘട്ടത്തിൽ തന്നെ, അവർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ആ പ്രവചനങ്ങൾ ഫുൾഫിൽ ആകണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പ്രസംഗിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. എക്സാമ്പിൾ ജോന, he was going to preach against the Nineveh, and he understood that when I will preach there and I will say all these things at the same time, they all will be repenting and God will change his mind. അല്ലെ, അവൻ അറിയാവുന്നതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? he was going to the other direction to Tarsus. അല്ലെ, തർസോസിലൂടെ അവൻ പോയി. So when they were prophesying, അവർ പ്രവചിക്കുന്ന പറഞ്ഞാൽ എന്താണ് അവർ ചിന്തിക്കുന്നത്? ഇറ്റ് ഈസ് ടു ബി ഫുൾഫിൽഡ് ഇൻ ദിസ് പ്രസന്റ് വേൾഡ്, ഇൻ ദിസ് പ്രസന്റ് ടൈം. ഇപ്പോഴത്തെ ഈ സമയത്ത് തന്നെ ആ പ്രവചനങ്ങളൊക്കെ എന്ത് ചെയ്യണം? നടക്കണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് അവർ പ്രവചിച്ചുകൊണ്ടിരുന്നത്. And also messages were spoken. ഈ പ്രൊഫസീസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് their messages were spoken. അവർ സംസാരിക്കുകയാണ്, അവർ പറയുക, എഴുതി വെക്കുകയല്ല ചെയ്യുന്നത്. മനസ്സിലായോ? പ്രൊഫസീസ്, especially in the Old Testament, the prophecies, they were just speaking. The messages of the prophets were spoken. അത് പറഞ്ഞു തീർക്കുകയാണ്, അവരല്ലാതെ എഴുതിയെടുക്കുകയല്ല. Okay, but at the same time apocalyptic prophecies are different. The apocalyptic prophecies are in terms of the world to come. അല്ലെ, ഇനി വരാനുള്ള ലോകത്തിൽ സംഭവിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് അപ്പോകാലിപ്റ്റിക് ആയിട്ടുള്ള പ്രവചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബോത്ത് ഇൻ ദി ഓൾഡ് ടെസ്റ്റ്മെന്റ് ആൻഡ് ഓൾസോ ഇൻ ദി ന്യൂ ടെസ്റ്റ്മെന്റ്. ദി അപ്പോകാലിപ്റ്റിക് prophecies are there, both testaments. That which is in terms of the world to come, ഇനി വരാനുള്ള ലോകത്തിൽ സംഭവിക്കാനുള്ളത്. സോ അപ്പോകാലിപ്റ്റിക് ആയിട്ടുള്ള പ്രൊഫസീസ് പറയുന്ന പ്രവാചകന്മാര് ദേ ആർ പെസിമിസ്റ്റാണ് ഇൻ ദിസ് പ്രസന്റ് വേൾഡ്. എന്ന് പറഞ്ഞാല് ഈ ലോകത്തെക്കുറിച്ച് അവർ ചിന്തിക്കുമ്പോൾ അവർ പെസിമിസ്റ്റാണ്. ഇപ്പൊ ഇവിടെ സംഭവിക്കാൻ പോകുന്നല്ല ഇതൊന്നും എന്ന് അവർക്കറിയാം. എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവരുടെ കാലത്ത് പോലും ഇത് സംഭവിക്കത്തില്ലെന്നുള്ളത് വേണമെങ്കിൽ പെസിമിസ്റ്റ് എന്ന് പറയുമ്പോൾ അശുഭാപ്തി വിശ്വാസമാണ്, അല്ലെ, സംഭവിക്കത്തില്ല എന്നുള്ള ചിന്തിക്കുന്നവരാണ് പെസിമിസ്റ്റുകൾ. ഓക്കെ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ലാത്തവരാണ്. അതുപോലെ തന്നെ ആയിരുന്നു ഈ അപ്പോകാലിപ്റ്റിക് ആയിട്ടുള്ള പ്രസംഗങ്ങളും പ്രവചനങ്ങളും പ്രസംഗിക്കുന്നവരെന്താ ചെയ്തിരുന്നറിയാമോ? ദേ വർ പെസിമിസ്റ്റ് ആയിരുന്നു. അല്ലെങ്കിൽ ദേ നോ ദാറ്റ് നോ, ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ദിസ് പ്രസന്റ് വേൾഡ്, ബട്ട് ഇറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ദ വേൾഡ് ടു കം. ആൻഡ് ദേ ബിലീവ് ദാറ്റ് this present world will be destroyed one day. They believed that this present world will be destroyed. ഈ ലോകത്തിൽ കാണുന്ന എല്ലാം നഷ്ടപ്പെട്ടു പോകും, നശിച്ചു പോകുമെന്ന് ഈ അപ്പോകാലിപ്റ്റിക് പ്രൊഫസീസ് പറയുന്നവരൊക്കെ
അവർ വിശ്വസിച്ചിരുന്നു. ഓക്കെ, ആൻഡ് ഓൾസോ തിങ്സ് ഇൻ ദിസ് പ്രസന്റ് വേൾഡ് വിൽ നെവർ എക്സിസ്റ്റ് ഫോർ എവർ. അതായത് ഈ ഭൂമിയിൽ നമ്മൾ കാണുന്ന വസ്തുക്കളൊന്നും തന്നെ എന്നേക്കുമായി നിലനിൽക്കുന്നതല്ല എന്ന് അവര് വിശ്വസിച്ചിരുന്നു. തിങ്സ് ഇൻ ദിസ് പ്രസന്റ് വേൾഡ് വിൽ നെവർ എക്സിസ്റ്റ് ഫോർ എവർ. Okay, and also they believed that the golden age is to come. The golden age is to come. ഒരു സ്വർണ്ണ ദിനങ്ങൾ, എന്താ പറയുക, സുവർണ ദിനങ്ങൾ വരുന്നുണ്ടെന്ന് അവർ പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ടാണ് അപ്പോകാലിപ്റ്റിക് മെസ്സേജസ് കൊടുത്തുകൊണ്ടിരുന്നത്. ഓക്കെ, സോ ലാസ്റ്റ്ലി മെസ്സേജസ് വെർ ഓൾവേസ് റിട്ടൺ. അവർ പറഞ്ഞ മെസ്സേജസ് എല്ലാം എന്ത് ചെയ്തു? അപ്പോൾ തന്നെ രേഖപ്പെടുത്തി വെച്ചു, എഴുതി വെച്ചു എന്നുള്ളത് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. സോ ഇഫ് ഗോഡ് അലൗസ് വി വിൽ ബി looking into the next portion. I'll give the slide just and we will pray. Okay, the next one. So we will be studying about this portion in the next class. Let me remind you something about the reasons of the destruction of the Christian churches in Turkey. Okay, so we need to know that. Otherwise, it is not easy for us to understand the things which is written in the Bible, because there are people asking question why this is happening today. Because what is the reason of the destruction of the Christian churches in Turkey? ഇന്ന് ടർക്കിയിലോട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന ഈ 7 സഭകളോ അല്ലെങ്കിൽ മറ്റു സഭകളോ ഒന്നും അവിടെ കാണാൻ സാധിക്കത്തില്ലെന്നാണ് പറയുന്നത്. കാരണം അതിനൊക്കെ റീസൺ ഉണ്ട്. ഓക്കെ, and also you can see the growth of the Islam religion in that country today. Okay, so before we get into that first chapter of this book, I remember I have already given you the brief history about the invasions and religious influences which destroyed the Christianity in Western Turkey. Okay, but I know that some of you might have any question about in your mind, maybe something like that, how the early Christian churches in Turkey or in Asia Minor or in that region have been destroyed and completely eradicated. Okay, so we will study about this if God allows in the next class. So tonight also we were discussing about what are the specialities or special or specific features which happened in the book of Revelation. So let us also this evening time pray in the presence of God. And because if I start with that, the next topic, so I won't be able to complete that topic. So I'm just closing here with a word of prayer. John sir will be praying now. But at the same time, we have some of the prayer requests. നമുക്ക് ചില പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. അതിനുവേണ്ടി കൂടെ നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് ഓർപ്പിക്കുകയാണ്. ജോൺ സാർ ഒടുവിലായിട്ട് പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമുക്കെല്ലാവർക്കും